സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. മലയാളത്തിലെ ആ ചാനലുകളുടെ സംശയം ഇപ്പോൾ തീർന്നിരിക്കും. പഹൽഗാമിലെ പൈശാചിക ദുഷ്ടതയോടെ സാത്താൻ ആരെന്നും സാത്താനെ തിരിച്ചറിഞ്ഞോ എന്നും അവർ ഇനിയും ചോദിക്കുമോ? പഹൽഗാമിൽ മതം നോക്കി കൊല നടത്തിയ ഭീകരന്മാരെക്കാൾ ലക്ഷണമൊത്ത മനുഷ്യ പിശാചുക്കൾ വേറെ ഉണ്ടോ? പിശാചുകൾ എന്ന് വിളിക്കുന്നില്ല, കാരണം അവർ മനുഷ്യരായ പിശാചുക്കളാണ്. മനുഷ്യരായിക്കൊണ്ട് പൈശാചിക കൃത്യം നടത്തിയവർ. തങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്തവരെ, പരോക്ഷമായി പോലും ഒന്നും ചെയ്യാത്തവരെ മതം മാത്രം നോക്കി കൊല ചെയ്ത രാക്ഷസീയത. സാത്താന്മാർ ആരെന്ന് വരുത്താൻ ചില ചാനൽ അവതാരകർ, പ്രത്യേകിച്ച് ഒരു അവതാരക ദിവസങ്ങൾക്ക് മുമ്പ് കഠിന പ്രയത്നം നടത്തിയത് സാത്താന്മാരോടൊപ്പം കൂട്ടുകൂടാനില്ല എന്ന കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ഒരു പ്രസ്താവനയോടെയാണ്. സാത്താന്മാരോടൊപ്പം കൂട്ടുകൂടാനില്ല എന്നല്ലാതെ സാത്താന്മാർ ആരെന്നോ എന്തെന്നോ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞില്ല, പറയാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല. പക്ഷേ സാത്താൻ ആരെന്നറിയുവാനും അറിയിക്കാനും ചാനൽ അവതാരകർ ഗുണനഹരണങ്ങൾ തുടരെ നടത്തി. ക്രിയ ചെയ്ത് തീരും മുമ്പേ ഉത്തരവും എഴുതി വെച്ചു. BJPക്ക് ബന്ധമുള്ള പരിവാരമാകെയാണ് അവരുടെ ഉത്തരം. രണ്ട് കാരണങ്ങളാലാണ് അവരത് പറഞ്ഞത്. ഒന്ന്, ഉത്തരേന്ത്യയിലും ഒഡീഷയിലുമൊക്കെ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുന്ന ക്രൈസ്തവ പീഡനങ്ങളെ ക്രൈസ്തവരാകെയും കത്തോലിക്ക സഭ പ്രത്യേകിച്ചും ശക്തമായി അപലപിക്കേണ്ടി വന്നത്. രണ്ട്, കേരളത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വം BJPയോട് അടുത്തു എന്ന ധാരണയാൽ ഈ ചാനൽ ജീവികൾക്കുള്ള അസ്വസ്ഥതയും ആ അടുപ്പം എങ്ങനെയും ഇല്ലാതായി എന്ന് കേൾക്കാനും പറഞ്ഞു പരുത്താനുമുള്ള താല്പര്യവും. പക്ഷേ സമൂഹത്തിൽ ഭിന്നിപ്പല്ല, ചോരപ്പുഴ തന്നെ സൃഷ്ടിച്ച ഇന്ത്യയിൽ മതകലാപം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി കാശ്മീരിൽ ആസൂത്രിതമായി നിഷ്ഠൂര കൂട്ടക്കൊല നടത്തിയ ഭീകര പിശാചുക്കളെ സാത്താന്മാരെന്ന് വിളിക്കാൻ അവർക്ക് കഴിയുന്നില്ലേ? അവരുടെ നാവും മനസ്സും ഇത്തരം ചിലർക്ക് നെടുംകാല പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞു. കൊടുത്താലും ഇല്ലെങ്കിലും ഇത്തരം മാധ്യമ അവതാരങ്ങൾ ഒന്ന് അറിഞ്ഞോളൂ. മനുഷ്യരാരെയും സാത്താൻ എന്നോ സാത്താന്മാരെന്നോ ആർച്ച് ബിഷപ്പ് വിളിക്കില്ല. അങ്ങനെ വിളിക്കാൻ ആർക്കും അവകാശമില്ല. യേശു ക്രിസ്തു തന്നെയും സാത്താൻ എന്ന് ഒരാളൊഴികെ മനുഷ്യരാരെയും വിളിച്ചില്ല. വിളിച്ചത് തന്നെ പീഡിപ്പിച്ചവരെയല്ല, അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിന്. അതിന് കാരണം ദൈവപിതാവ് നിശ്ചയിച്ച മനുഷ്യരക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായ തന്റെ കുരിശുമരണം മനഃപൂർവമല്ലെങ്കിലും അട്ടിമറിക്കാൻ സ്വന്തക്കാരനായി നിന്നുകൊണ്ടുള്ള ഉപദേശം വഴി പത്രോസ് ശ്രമിച്ചു എന്നതാണ്. മനുഷ്യരക്ഷ താറുമാറാക്കാൻ, ആത്മാക്കളെ അപകടത്തിലാക്കാൻ പോകുന്ന വിധം സംസാരിച്ചു എന്നതാണ്. അതല്ലാതെ തന്നെ ശാരീരികമായി ദ്രോഹിച്ചതിന്റെ പേരിൽ അവിടുന്ന് ആരെയും ഒരു വിധത്തിലും ശപിച്ചില്ല. പകരം അനുഗ്രഹിച്ചതേയുള്ളൂ. അവരുടെ രക്ഷക്കായി പ്രാർത്ഥിച്ചതേയുള്ളൂ. മനഃപൂർവമല്ലാതെയും യേശുവിനോടുള്ള മാനുഷിക സ്നേഹത്താലും പറഞ്ഞ വാക്കിന്റെ പേരിൽ പത്രോസിനെ യേശു ഇത്ര ശകാരിച്ചെങ്കിൽ യേശു രക്ഷകനല്ലെന്നും രക്ഷാപദ്ധതി എന്നൊന്നും നടന്നിട്ടില്ലെന്നും വിരുദ്ധ പാഠം പഠിപ്പിക്കുന്ന ഗണത്തിന് എന്തു ശകാരമാണ് ഇണങ്ങുക? യേശുവിലൂടെ കൈവന്ന രക്ഷയിൽ നിന്ന് വലിയൊരു സമൂഹത്തെ തട്ടി മാറ്റാൻ വേണ്ടി തങ്ങളുടെ പൈശാചിക പാഠങ്ങൾ അടിച്ചേൽപ്പിക്കുകയും വഴങ്ങാത്തവരെ കൊല്ലുകയും ചെയ്യുന്നവരെ എത്ര ശക്തിയോടെയാണ് സാത്താൻ എന്ന് വിളിക്കേണ്ടത്? പ്രകടമായ സത്യത്തെ നിഷേധിച്ച് സാധുക്കളായ യഹൂദർക്ക് മുമ്പിൽ ദൈവരാജ്യം അടച്ചു കളഞ്ഞ് അവരുടെ ആത്മാക്കളെ ദ്രോഹിച്ചതിനെ യഹൂദ പ്രമാണികളെ തന്നെയും യേശു സാത്താന്റെ സന്തതികൾ എന്ന് വിളിച്ചു. ക്രൈസ്തവരെന്നല്ല, മറ്റുള്ളവരെയും തങ്ങളുടെ
ദൈവപുത്ര വിരുദ്ധമായ വിശ്വാസത്തിന്റെ മതത്താൽ പൈശാചികമായി കൊല ചെയ്യുന്നവരെ ന്യായീകരിക്കുന്നവർ ഓർക്കുക. ഭീകരതയ്ക്ക് മതമില്ല എന്ന് നിങ്ങൾ 101 ആവർത്തിച്ചോളൂ. എന്നാൽ ഒരു മതത്തിലെ ചില ഗണങ്ങൾക്ക് ഭീകരതയുണ്ട് എന്ന വസ്തുത രാജ്യത്തിനുമേൽ കരിമേഘം പോലെ ഉയർന്നു നിൽപ്പുണ്ട്. ആ മതത്തിലെ എല്ലാവരുടെയും കാര്യമല്ല, ഭീകരതയെ സ്വയം ഭരിച്ചവരുടെ മാത്രം കാര്യം. രാജ്യതാൽപര്യം പറഞ്ഞ് പലപ്പോഴും ഇത്തരം ദുഷ്ട സംഭവങ്ങളിലെ ഇരകളുടെ പേരുകൾ മാധ്യമങ്ങൾ മറച്ചു വെക്കാറുണ്ട്. എന്നാൽ അത്തരം നിശബ്ദത പോലും വ്യാജ പ്രചരണത്തിന് അവസരമാക്കുന്ന ഭീകരരുടേത് പൈശാചിക കൗശലമല്ലാതെ മറ്റെന്താണ്? പഹൽഗാമിൽ കൊല്ലപ്പെട്ടതിലേറെയും ഭീകരരുടെ തന്നെ മതത്തിൽപ്പെട്ടവരാണെന്ന് സ്ഥാപിക്കുന്ന വ്യാജ വാർത്തകൾ പറഞ്ഞു പരത്തുകയാണ് ഇപ്പോൾ ചിലർ. അതാരെങ്കിലും വിശ്വസിക്കുന്നത് സ്വാഭാവികം. പഹൽഗാമിലെ ഭീകരതയുമായി ഇന്നാട്ടിലെ വലിയ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ മുഴുവൻ ബന്ധിപ്പിക്കുന്നത് അന്യായമാണ്. ഒരു പക്ഷേ ഭീകരരും പാകിസ്ഥാനും ഉദ്ദേശിച്ചത് അത്തരം ഭിന്നതയും അതിലൂടെ കലാപവും ഉണ്ടാകണമെന്നു തന്നെ ആകാം. ആ കെണിയിൽ ഇന്ത്യക്കാർ വീഴേണ്ടതില്ല. പക്ഷേ പഹൽഗാമിലെ ദുഷ്ടത ചെയ്യിക്കാൻ ഭീകരരുടെ ഉള്ളിലെ മതപരമായ ദുഷ്പ്രേരണയ്ക്ക് കരുത്തുള്ളൂ എന്ന വസ്തുത എത്ര നിഷേധിച്ചാലും ഇല്ലാതാവുന്നില്ല. രാഷ്ട്രീയമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അത് മതരാഷ്ട്രീയം തന്നെ, മറിച്ചൊരു ന്യായീകരണവും നിലനിൽക്കില്ല. നിർത്തൂ ഈ അസംബന്ധം എന്ന് പറയാൻ ഏറെ പേർ ആഗ്രഹിക്കുന്നുണ്ടാകും. 2027 ലോകം അവസാനിക്കുമത്രേ. പലരുടെയും പ്രവചന പ്രകാരം നേരത്തെ പലവട്ടം അവസാനിച്ച ലോകമാണല്ലോ വീണ്ടും അവസാനിക്കാൻ മുഹൂർത്തം കാത്തിരിക്കുന്നത്. ലോകം സ്നേഹിച്ച ഒരു പാപ്പ ലോകത്തോട് വിടവാങ്ങിക്കഴിഞ്ഞ അവസരം തന്നെ അസംബന്ധങ്ങളുടെ കാലമാക്കി ചിലർ. കത്തോലിക്ക സഭയ്ക്കൊപ്പം ആഗോള സമൂഹവും വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക വരുന്ന നാൾ കാത്തിരിക്കുകയാണ്. പിന്നാലെ ചാപ്പലിന്റെ മട്ടുപ്പാവിൽ നിന്ന് കാമർലെങ്കോ കർദിനാൾ കെവിൻ ഹാരലിന്റെ ഹബേമൂസ് പാപ്പ അഥവാ നമുക്കൊരു പാപ്പയുണ്ട് എന്ന വിളംബരവും. അതിനിടെയാണ് ഈ പ്രവചന കൾട്ടുകൾ വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. നോസ്ട്രാഡാംസ് കൾട്ടും മലാക്കി കൾട്ടും പിന്നെ തങ്ങൾ നാവനക്കിയാൽ പ്രവചനമാകുമെന്ന് കരുതുന്നവരുടെ സ്വയംകൃത കൾട്ടുകളും. ഇവയ്ക്കെല്ലാം കൂട്ടായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ തന്നിഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്നത് മുതൽ പുതിയ പാപ്പയുടെയും തിരുസഭയുടെയും ഭാവി പ്രഖ്യാപിക്കുന്നത് വരെയുള്ള അസംബന്ധങ്ങൾ വേറെയും. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ലോകത്തിന്റെയും കത്തോലിക്ക സഭയുടെയും പാപ്പാ സിംഹാസനത്തിന്റെയും അന്ത്യം പ്രഖ്യാപിക്കാൻ പോകുന്നവരാണ് തങ്ങളെന്ന് പലരും കരുതുന്നു. ഇത്തരം കാര്യങ്ങൾ നോസ്ട്രാഡാംസും മലാക്കിയും എന്ന് കണിശമായി പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞവയും സംഭവിച്ച പലതും തമ്മിലുള്ള വിദൂര സാമ്യം വെച്ച് അന്ധവിശ്വാസത്തെക്കാൾ വലിയ അന്ധവിശ്വാസം പോലെ ഭാവി കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ലോകാന്തവും വ്യക്തികളുടെ അന്ത്യവും പോലുള്ള കാര്യങ്ങളുടെ പ്രവചനം സ്വീകരിക്കുവാൻ തിരുസഭ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, താത്വികമായി അനുവദിക്കുന്നുമില്ല. ഇത് വിശ്വാസികൾക്ക് അറിയാം. യേശുക്രിസ്തു വഴിയുള്ള പൂർണ്ണമായ വെളിപാടിന് ശേഷം സ്വകാര്യ വെളിപാടുകൾ ഇല്ലെന്നല്ല. പക്ഷേ മിന്നൽ പിണർ കണക്കെ കണ്ണിമിക്കുന്ന നേരത്തിനകം സംഭവിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ ലോകാന്തം ദൈവപിതാവിന്റെ മാത്രം അധികാരത്തിലുള്ള കാര്യമാണ്. അതിന്റെ തീയതിയും നാളും പ്രവചിക്കാൻ വ്യക്തികളെ നിയോഗിക്കുമെന്ന് കരുതുന്നത് സഭാവിശ്വാസത്തിന് നിരക്കുന്നതല്ല. മനുഷ്യപുത്രൻ പോലും പറയാതെ വിട്ട കാര്യമാണ് ലോകാന്തം എന്നാണെന്നത്. പുത്രൻ തമ്പുരാനെ അത് അറിയാഞ്ഞിട്ടല്ല, മനുഷ്യപുത്രനെ അത് അറിയാനോ പ്രഖ്യാപിക്കാനോ ദൗത്യമില്ലാത്തത് കൊണ്ട്. ദൈവപിതാവിന്റെ ഈ അധികാരം കൈയാളാനും പ്രയോഗിക്കാനുമാണ് ചിലരുടെ ശ്രമം. ഇത്തരം പഴയ മൂഢ പ്രചരണങ്ങളുടെ കാര്യം
അവർ ചിന്തിക്കാത്തതാണ് ദയനീയം. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതം തിരുത്തണമെന്നല്ലാതെ ലോകാന്തത്തിന്റെ തീയതി നോക്കിയും പ്രവചനങ്ങളുടെ പുറകെ നടന്നും ജീവിതം പോക്കാൻ യേശുനാഥൻ ഉപദേശിച്ചില്ല. ലോകാന്തം സമീപിക്കുന്നു എന്ന് ചില ധ്യാനാചാര്യന്മാർ സമീപ വർഷങ്ങളിൽ ഓർമ്മിപ്പിച്ചത് മാനസാന്തരം ലക്ഷ്യമിട്ടാണ്. ദൈവനിഷേധ പ്രവണതയും പാപബോധ നഷ്ടവും പാപത്തിന്റെ സന്തോഷങ്ങളിൽ മുഴുകുന്ന വാസനയും പുതിയ തലമുറകളിൽ പ്രകടമായ സാഹചര്യത്തിൽ ലോകാന്തം സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കലണ്ടറിൽ തീയതി കുറിക്കാം എന്നല്ല വിവക്ഷിതം. ലോകജീവിതം മാത്രമല്ല, ലോകം തന്നെ ഏറെ പേർ കരുതുന്നതിനേക്കാൾ നശ്വരമാണെന്നും മനുഷ്യാത്മാക്കൾ കണക്ക് ബോധിപ്പിക്കേണ്ട സൃഷ്ടാവ് ഉണ്ടെന്നും ആ സൃഷ്ടാവിന്റെ പ്രവൃത്തി അടുത്തു വരുന്നുമെന്നുമാണ് അവർ താക്കീത് പോലെ ഓർമ്മിപ്പിച്ചത്. ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്ന് ഹെബ്രായരുടെ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് തന്നെ വർഷം 2000 ആകുന്നു. അതുപോലെയാണ് ലോകാന്തത്തിന്റെ ലക്ഷണങ്ങൾ എത്ര കാലം നീളുമെന്നതും അത് എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തികളുടെ ജീവിതത്തിൽ മരണം എത്രമാത്രം ആകസ്മികമോ അപ്രതീക്ഷിതമോ ആണോ, അതുപോലെ തന്നെയായിരിക്കും ലോകത്തെ സംബന്ധിച്ച അന്ത്യവും. ജീവിതാന്തത്തെ കുറിച്ചുള്ള സൂചന മാനസാന്തരത്തിനു വേണ്ടി എന്നതുപോലെ കാലത്തിന്റെ അടയാളങ്ങളെ കുറിച്ചുള്ള സൂചനയും മാനസാന്തരത്തിനു വേണ്ടി തന്നെയാണ്. ലോകാവസാന തീയതി പ്രചരിപ്പിച്ച് ആരുടെയെങ്കിലും യൂട്യൂബ് പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ദൈവിക പദ്ധതിയല്ല അത്. ലോകാന്തം എന്ന് പറഞ്ഞാൽ യുഗാന്തം എന്ന് തിരുത്തി തീർക്കാൻ മുതിരുന്നവരെയും ധരിപ്പിക്കാൻ ചിലതുണ്ട്. കത്തോലിക്ക പാഠമനുസരിച്ച് യേശുക്രിസ്തു പ്രവചിച്ച യുഗാന്തം ലോകാന്തമാണ്. ആകാശ ശക്തികൾ ഇളകും, മൂലവസ്തുക്കൾ എരിഞ്ഞു പോകും എന്നൊക്കെയുള്ള പ്രവചനം പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പദാർത്ഥങ്ങളും ഊർജങ്ങളും നിയമങ്ങളും ഇല്ലാതാകുകയും അതിന്റെ അസ്തിത്വം നിലയ്ക്കുകയും ചെയ്യും എന്ന് തന്നെ. ചിലർ പ്രസംഗിക്കുന്നത് പോലെ യേശുക്രിസ്തു ലൗകിക അധികാരിയായി സഹസ്രാബ്ദം വാഴുമെന്ന സങ്കല്പം കത്തോലിക്ക സഭയിൽ ഇല്ല. പാപ്പാ സിംഹാസനം എന്ന വാക്ക് ഏതെങ്കിലും വിഭാഗങ്ങളെ അലോസരപ്പെടുത്തുന്നെങ്കിൽ അതേക്കുറിച്ചും ഒരു വാക്ക്. സിംഹാസനം എന്നത് യേശുനാഥൻ തന്നെ പറഞ്ഞ വാക്കാണ്. ഇസ്രായേലിന്റെ ഗോത്രപിതാക്കളെയും അപ്പസ്തോല ഗണത്തെയും കുറിച്ചുള്ള സ്വർഗീയ യാഥാർത്ഥ്യം ദന്തവും ധാര്യവും ഓക്കുതടിയുമല്ല, അത് ലൗകികതയും അലൗകികതയും രഹസ്യാത്മകമായി സന്ധിക്കുന്ന ഒന്നാണ്. ചില വിമർശകർ പറയുന്നത് പോലെ അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തെ സമ്പാദ്യവും കണ്ടുപിടുത്തവുമല്ല, യേശുനാഥൻ നിശ്ചയിച്ച ഇരിപ്പിടമായതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ പദവും പേപ്പൽ സിംഹാസനവും ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യ ശക്തിയുടെ സോഫ്റ്റ് പവറിന്റെ ഇരിപ്പിടമായി മാറിയത്. ഇങ്ങനെ മറ്റൊരു പീഠവും ലോകത്തില്ലാത്തത് മുസോളിനിയുമായുള്ള 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഇരുണ്ട ഡീൽ വഴിയാണ് വത്തിക്കാൻ രാഷ്ട്രവും മാർപ്പാപ്പയുടെ സുസ്ഥിരമായ ആസ്ഥാനവും ഉണ്ടായതെന്ന് മാധ്യമം മാസികയിലെ ലേഖനത്തിലൂടെ ആക്ഷേപിച്ച ഡോക്ടർ ബദി ഉസ്മാൻ എന്ന മാന്യദേഹത്തോടും ഒരു വാക്ക്. സാക്ഷാൽ മുസോളിനിക്ക് സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരാളാണ് കത്തോലിക്ക സഭയ്ക്ക് ആസ്ഥാനമുണ്ടാക്കി സഭയെ കാത്തതെന്ന് താങ്കളുടെ അന്തരംഗത്തെ പോലും വിശ്വസിപ്പിക്കാൻ താങ്കൾക്ക് കഴിയില്ല. മുമ്പേ തന്നെ സഭയ്ക്ക് നഷ്ടപ്പെട്ടതാണ് മാർപ്പാപ്പ വീണ്ടെടുത്തത്. ഫാസിസത്തെ ശരിവെക്കലല്ല, മുസോളിനി ഭരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക മാത്രമാണ് ആ കരാറിൽ സംഭവിച്ചത്. ഇന്ന് താരതമ്യേന സുഖകരമായ ലോകത്തിരുന്ന് പഴയ സംഭവങ്ങളെ സൗകര്യപൂർവ്വം ആർക്കും വ്യാഖ്യാനിക്കാം. ഏതു തിന്മയിലും നിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ മുസോളിനിയെ പോലും ഉപകരണമാക്കാൻ കഴിവുള്ള ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും മാർപ്പാപ്പ പദവും സംരക്ഷിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ അത് ആർക്കും ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. പേപ്പൽ സിംഹാസനം ദൈവത്തിൻ്റെതായതുകൊണ്ട് തന്നെയാണ് മതഭീകര ശക്തികൾ ഉപയോഗിച്ച് നിത്യനഗരം പിടിക്കുവാനും
ദൈവത്തോട് പകപോക്കാനും തിന്മയുടെ അരൂപികൾ ശ്രമിക്കുന്നത് എന്നുകൂടി ലേഖകനെയും ലേഖനം അച്ചടിച്ച് ആഘോഷിച്ചവരെയും സമാന ചിന്ത ഉള്ളവരെയും വിനയപൂർവം ഓർമ്മിപ്പിക്കേണ്ടത് തന്നെ. ഫ്രാൻസിസ് മാർപ്പാപ്പ ആരായിരുന്നു? ഇനി ആര് പാപ്പയാകും? ക്രിസ്തുവിനെ ഇനിയും സ്വീകരിക്കാത്ത ലോകത്തിൻ്റെയും മാധ്യമങ്ങളുടെയും പ്രചാരണത്തിൽ മുങ്ങിയല്ല സഭാവിശ്വാസികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണേണ്ടത്. മൂന്നാം ക്രിസ്തു എന്ന് കരുതാൻ തക്ക വിധം അദ്ദേഹത്തെ ആത്മീയമായി തിരിച്ചറിഞ്ഞവരുടെ കണ്ണിലൂടെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾക്കാകെ വെട്ടടയാളം വരച്ച ശിക്ഷകനോ വിചാരകനോ ആക്കി ചിത്രീകരണം കൊഴുക്കുമ്പോൾ സഭയെ പാതി വെട്ടിത്തിരുത്തിയ ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമി ബാക്കി കൂടി തിരുത്തും, ഇതുവരെയുള്ള പാഠം ശീലിച്ചവർ ഭോഷന്മാരാകും എന്ന മട്ടിലാണ് വ്യാഖ്യാനങ്ങൾ. കർദിനാൾമാർ പ്രാർത്ഥനയുടെ അരൂപിയിൽ നിറവേറ്റേണ്ടുന്ന പാപ്പാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൊളിറ്റിക്കൽ താരിഫ് മാത്രം വെച്ചാണ് ചിലരുടെ വിശകലനം. അടച്ചുപൂട്ടിയ ചാപ്പലിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിച്ചത്തിൽ നടക്കേണ്ടുന്ന പ്രക്രിയയെ ഇതൊന്നും ബാധിക്കാറില്ല. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നിലനിർത്തിയ കോൺക്ലേവിന്റെ ഘടനയ്ക്ക് പ്രസക്തിയുണ്ട്. തന്നെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ നിന്ന് പാടെ വിഭിന്നമാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചവർക്ക് 4/5 ഭൂരിപക്ഷമുള്ള കോൺക്ലേവ്. വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ സാങ്കേതിക യോഗ്യതയുള്ള 80 വയസ്സെത്താത്ത ഇപ്പോഴത്തെ 135 കർദിനാൾമാരിൽ 108 പേരും ഫ്രാൻസിസ് പാപ്പ നിയമിച്ചവർ. ഈ ദിശയിൽ ചിന്തിക്കുന്നവർക്ക് ഫ്രാൻസിസ് പാപ്പയുടെ തന്നെ പിൻഗാമിയാണ് വരാനിരിക്കുന്ന പാപ്പ എന്ന് തോന്നാം. കർദിനാൾ സംഘത്തിലെ ഭൂരിപക്ഷം അംഗങ്ങൾ യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും പുറത്തുള്ളവർ ആണെന്നതും അവരുടെ തോന്നലിനെ ബലപ്പെടുത്തിയേക്കാം. വികസന ലോകത്തോടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ താല്പര്യം ഇതിൽ നിഴലിക്കുന്നുമുണ്ട്. എന്നാൽ ആഫ്രിക്കയിലേക്കാൾ കൂടുതൽ കർദിനാൾമാരെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ കൂടുതൽ വളർച്ചയുള്ള ഏഷ്യയിലാണ്. ആത്യന്തികമായ സഭാസ്നേഹമാണ് ഇതിൽ പ്രകടമായത്. ഫ്രാൻസിസ് പാപ്പായെ പാരമ്പര്യ നിഷേധകനും ഇടച്ചക്കാരനുമായി കണ്ടവർ അറിയാത്ത ചിലതുണ്ട്. അതിലൊന്നാണ് ന്യൂനപക്ഷ ക്രൈസ്തവ സമൂഹങ്ങളോടുള്ള സവിശേഷ കരുതലും സ്നേഹത്തിന്റെ സുവിശേഷത്താൽ ഏറെ പേർ ആശ്ലേഷിക്കപ്പെടണമെന്ന ആഗ്രഹവും നടക്കാതെ പോയ ഇന്ത്യ സന്ദർശന മോഹത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന കാര്യം. 100 പേർ 101 വിധത്തിൽ കണ്ട ഫ്രാൻസിസ് പാപ്പ ഒരേ സമയം സഭാനായകനും രാഷ്ട്രതലവനും ആയിരുന്നെന്ന കാര്യം ഓർമ്മിപ്പിക്കേണ്ടതില്ല. എന്നാൽ അദ്ദേഹം നേരിട്ടത്രയും നിശബ്ദ വെല്ലുവിളികൾ അടുത്ത കാലത്തെ മറ്റു പാപ്പമാർ നേരിട്ടിട്ടുണ്ടാവില്ല. കത്തോലിക്ക സഭാംഗങ്ങൾ തന്നെ പല പ്രവണതകളാൽ നയിക്കപ്പെടുക, സഭൈക്യ നീക്കത്തെ സംശയത്തിലാക്കുന്ന സഭാ വൈജാതികങ്ങൾ കനക്കുക, ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ തൻ്റെ 2 ഉദ്യോഗങ്ങളും സമ്മതിപ്പിക്കാൻ കഴിയുന്ന വാക്കുകൾ മാത്രം പറയാൻ സമ്മർദ്ദത്തിലാകുക, വിശ്വാസത്യാഗത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് വിശ്വാസികളെ സംരക്ഷിച്ച് നിർത്തുക, ഇതെല്ലാം ഒരേ സമയം അദ്ദേഹം നേരിട്ട വെല്ലുവിളികളാണ്. അദ്ദേഹം അവയെ നേരിട്ടത് ദൈവശാസ്ത്രമോ രാഷ്ട്രമീമാംസയോ കൊണ്ടല്ല, ഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം കൊണ്ട്. ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന്, ഈശോ എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടി ഈശോയുടെ സ്നേഹം എല്ലാവർക്കും വേണ്ടി ചൊരിയുകയാണ് ഫ്രാൻസിസ് പാപ്പ ചെയ്തത്. ലോകം മുഴുവൻ യേശുവിനെ അറിഞ്ഞു സ്വീകരിച്ചില്ലെങ്കിലും യേശുവിന്റെ സ്നേഹം ഫ്രാൻസിസ് പാപ്പ എല്ലാവർക്കും പകർന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം താങ്കളുടേതെന്ന് തോന്നി. അരക്ഷിതരും തിരസ്കൃതരും തങ്ങളുടെ അഭിഭാഷകനായും, അഭയാർത്ഥികൾ രക്ഷകനായും, വിശ്വാസരഹിതർ ആശ്വാസകനായും, നിരീശ്വര മതക്കാർ മാനവ സ്നേഹിയായും എന്നു മാത്രമല്ല, സ്വവർഗ പ്രിയക്കാർ തങ്ങളുടെ സഹായിയായും, കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റായി പോലും അദ്ദേഹത്തെ കണ്ടതിന് കാരണം അതാണ്. ഉൾക്കൊള്ളലിന്റെ പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. കരുണയെ പ്രവാഹമാക്കിയ പാപ്പ. പ്രപഞ്ചത്തിലാകെ യേശുവാകുന്ന
ദൈവിക കരുണയുടെ ഈതർ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട പാപ്പ ഒന്നിനാലും പരിമിതപ്പെടുത്താൻ കഴിയാത്ത യേശുവിന്റെ സ്നേഹത്തിൽ അദ്ദേഹം പാപികളെ ചേർത്ത് പിടിച്ചപ്പോൾ പാപത്തെ ലഘുവായി കണ്ട് എന്ന പഴി വീണു. തടവുകാർക്ക് സുഹൃത്തായി, സ്ത്രീകൾക്ക് പദവി നൽകിയ പാപ്പ സ്ത്രീ പൗരോഹിത്യം അനുവദിക്കുന്ന പാരമ്പര്യം നിഷേധിയാകുമെന്ന വിമർശനം വന്നു. നരകം ശൂന്യമെന്ന് വിശ്വസിക്കാനുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ജ്ഞാനത്തെയും പ്രബോധനത്തെയും തള്ളിയല്ല, ആത്മാക്കളോടുള്ള കരുണയാൽ. നിരീശ്വരനായ തന്റെ പിതാവിന് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് വിങ്ങിപ്പൊട്ടിയ ബാലനെ സമാശ്വസിപ്പിച്ചാണ്, സ്വന്തം യുക്തിയാൽ വിശ്വാസം തോന്നിയല്ല എന്നതുകൊണ്ട് മാത്രം ആത്മാവ് നരകത്തിലാകില്ല എന്ന് പാപ്പ പറഞ്ഞത്. ഒരാത്മാവും നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത ഹൃദയത്തിന്റെ ശാസ്ത്രം പറഞ്ഞ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. എല്ലാ മതങ്ങളും അതത് മതക്കാർ സങ്കല്പ ദൈവത്തെ തേടുന്ന വഴികളാണെന്ന കാര്യമാണ്. എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വഴികളാണെന്ന വാക്കുകളുടെ രൂപത്തിൽ ഫ്രാൻസിസ് പാപ്പായിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോഴും ആശയക്കുഴപ്പവും വിവാദവും അരങ്ങു തകർത്തു. ക്രിസ്തു നേടിത്തന്ന രക്ഷയുടെ അനന്യതയും അനിവാര്യതയും ഫ്രാൻസിസ് പാപ്പ നിഷേധിച്ചു. യേശു അല്ലാതെയും രക്ഷാമാർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു എന്നായ ആക്ഷേപം. ക്രൂശിതനും ഉത്തിതനുമായവന്റെ മറുരൂപം തന്നെയായ ദിവ്യകാരുണ്യ തിരുവോസ്തിയോടുള്ള പാപ്പായുടെ ആരാധനയും ദിവ്യകാരുണ്യ ഭക്തിയാൽ വിശുദ്ധി നേടിയ കാർലോ അക്വീറ്റസിനോടുള്ള സ്നേഹവും കർമ്മല മാതാവിനോടുള്ള ഭക്തിയും മറിഞ്ഞാൽ നിശ്ചയമായും അങ്ങനെ വിമർശിക്കാനാവില്ല. യാഥാസ്ഥിതികർ മാത്രമല്ല, ഉൽപ്പനിഷത്തുകളും അദ്ദേഹത്തെ വിമർശിച്ചു. സ്വവർഗ ജോഡികളോടുള്ള നിലപാടിൽ മാർപ്പാപ്പ കൽപ്പനാലംഘനത്തെ പിന്തുണയ്ക്കുന്നു എന്ന് വിശ്വാസികളും സ്വവർഗ ജോഡി സംഗമത്തിന് സഭയിലാകെ വൈവാഹിക ആശീർവാദവും പിന്തുണയും ഏർപ്പെടുത്താതെ മാർപ്പാപ്പ നിരാശപ്പെടുത്തിയെന്ന് സ്വവർഗ ബന്ധപക്ഷക്കാരും പഴിച്ചു. സ്ത്രീകൾക്ക് പൗരോഹിത്യവും വൈദികർക്ക് വിവാഹവും അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചവരെ നിരാശപ്പെടുത്തുകയും കുംഭസാര രഹസ്യത്തിന്റെ മുദ്ര കാർക്കശമാക്കുകയും ചെയ്ത ഫ്രാൻസിസ് പാപ്പ യാഥാസ്ഥികനോ കൽപ്പനാ നിഷേധിയോ ഏത് പക്ഷത്തെയും വിമർശകർ തിടുക്കപ്പെട്ട് കണ്ട പരിമിത വ്യക്തിത്വമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ. പരസംഗം പോലുള്ള പാപങ്ങൾ ചെയ്തവരെ ദേവാലയത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാതിരുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്നാണ് ഇന്നത്തെ കരുണയുടെ നാളുകളിൽ തിരുസഭ എത്തിയതെന്ന് ഓർമ്മിച്ചു വേണം ഏത് പാപിയെയും ചേർത്ത് പിടിച്ച ഫ്രാൻസിസ് പാപ്പായുടെ നടപടിയെ വിലയിരുത്താൻ. ഭാവി അങ്ങനെ തന്നെയാകും ഫ്രാൻസിസ് പാപ്പായുടെ ചരിത്രം എഴുതുക. അദ്ദേഹം പ്രസരിപ്പിച്ചത് ദൈവശാസ്ത്രത്തിന്റെ കാർക്കശ്യമല്ല, യേശുനാഥന്റെ അസ്തമിക്കാത്ത സ്നേഹത്തിന്റെയും അവസാനിക്കാത്ത കരുണയുടെയും പരിമളമാണ്. അത് തിരിച്ചറിയും വരെ വിമർശനം സ്വാഭാവികം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.